ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6 മണിയാണ്. രാവിലെ ജീൻസും ടോപ്പും പിന്നെ എൻ്റെ പുതിയ ചപ്പലും പിന്നെ എൻ്റെ വലിയ ടോട്ട് ബാഗൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ സ്പെക്സും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. എവിടെ നിന്നൊക്കെ ഞാൻ വഴിയേ പറയാം. ഒരു വിഷമമുണ്ട്, വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുക്കുവിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല കേട്ടോ അവിടേക്ക്. അപ്പോൾ നമ്മൾ കുക്കുവിനെ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടാണ് പോണത്. അവൾ സേഫായിട്ട് ഇരിക്കും എന്നുള്ള ഉറപ്പുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഏൽപ്പിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഇതാ മുത്തശ്ശനും അച്ഛനും ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, ബാക്കിൽ ഞാനും അമ്മയും അമ്മൂമ്മയും ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കുവിനെ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ച് നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ വലിയമ്മ വീഡിയോ കോൾ ചെയ്തു. വലിയമ്മയും വലിയച്ഛനും ശ്രീ ചേച്ചിയും സുഖേഷേട്ടനും ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ ചേച്ചിയില്ല, ചേച്ചി ദുബായിലാണ്. അങ്ങനെ ഇതാ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളത് പിന്നെ ചെറിയമ്മയും ചെറിയച്ഛനും അതുപോലെ തന്നെ സ്നേഹയും ചെറിയച്ഛൻ്റെ അമ്മയുണ്ട് കേട്ടോ. നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ 8:14 ആയിരുന്നു. പക്ഷെ നമുക്കൊരു 8ൻ്റെ പണി കിട്ടി. 2 മണിക്കൂർ ട്രെയിൻ ഡിലേ ആയിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇറങ്ങി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരവും കഴിഞ്ഞ് പിറ്റേ ദിവസമാണ്. അപ്പോൾ ഉച്ചവരെ ബാക്കി പൂരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ബ്ലോക്ക് കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇറങ്ങി നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 7:30 എത്തി കേട്ടോ. 8:45 ട്രെയിനാണ് 7:30 എത്തിയത്. 8:45 ട്രെയിൻ 11 മണിക്ക് കഴിഞ്ഞിട്ടൊക്കെയായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ വന്ദേ ഭാരത് ട്രെയിൻ വന്നു. ഞാൻ ഫസ്റ്റ് ടൈം അല്ല തോന്നുന്നു, സെക്കൻഡ് ടൈമാണ് വന്ദേ ഭാരത് കാണുന്നത്. നല്ല ട്രെയിൻ പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെയായിട്ട് ഉള്ളിൽ കയറിയിട്ടില്ല. എന്തായാലും ഇപ്പം അടുത്ത് തന്നെ ഉള്ളിൽ കയറാനുള്ളൊരു പ്ലാൻ ഉണ്ട് നമുക്ക്. അങ്ങനെ ട്രെയിൻ വന്നു. അതിൽ അത്യാവശ്യം പേരുണ്ടായിരുന്നു. പിന്നെ ആരോ ഒരു സ്പെഷ്യൽ ആളുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ട്രെയിൻ വന്ന് പോയി. ഞാനൊരു കോഫി കുടിച്ചു കേട്ടോ, ബ്രൂ കോഫി. എനിക്ക് റെയിൽവേ സ്റ്റേഷനിലെ കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കോഫി കുടിച്ചു. അതിൻ്റെ അപ്പുറത്ത് അമ്മ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ചെറിയമ്മ ഇരിക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ ട്രെയിൻ വന്നു. നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് AC ആണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നല്ല ചൂടല്ലേ, നമുക്ക് 6 hours ട്രെയിനിൽ ഇരിക്കേണ്ടതുണ്ട്. ഞാൻ എവിടേക്കാന്ന് പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ഞാൻ പോണത് സേലമാണ്. സേലം അമ്മമ്മയുടെ വീടാണ് കേട്ടോ. അതായത് അമ്മൂമ്മ അവിടേക്കായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നത്. പിന്നെ അമ്മൂമ്മ നാട്ടിലേക്ക് വന്നതാണ്. അപ്പം അമ്മൂമ്മയുടെ ഫാമിലിയിലുള്ള ഒരാളുടെ മാരേജ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. മാരേജ് പിറ്റേ ദിവസം തലേ ദിവസം എൻഗേജ്മെൻ്റ് ആണ്. എൻ്റെ കസിനായിട്ട് വരും കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റിനും കല്യാണത്തിനും വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ. ഫുൾ ഫാമിലി ഉണ്ട്. അങ്ങനെ നമ്മൾ സീറ്റിലൊക്കെ ഇരുന്നു സെറ്റായി. കുറച്ച് നേരം ഞാനും സ്നേഹിയും വർത്താനൊക്കെ പറഞ്ഞു. അവർ കുറച്ച് നേരം ഉറങ്ങി. അതിനുശേഷം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരുന്നിട്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബുക്ക് വായിക്കുന്ന ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചതിന് ശേഷം എനിക്കിപ്പോൾ ബുക്ക് വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 4ാമത്തെയോ 5ാമത്തെയോ നോവലാണ് ഞാനിപ്പോൾ വായിക്കുന്നത് ഒരു 2 monthsൻ്റെ ഉള്ളിൽ. അപ്പോഴേക്കും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ചിക്കൻ്റെ ഫുഡായിരുന്നു കേട്ടോ. ചിക്കൻ കറിയും ചോറും വേറെ 2-3 കറിയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കുറച്ച് നേരം നോവലൊക്കെ വായിച്ചിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. അതിനുശേഷം ഉറങ്ങി എണീറ്റും ബെഡ്ഷീറ്റൊക്കെ ഒതുക്കി വെച്ചു. നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ബെഡ്ഷീറ്റൊക്കെ കിട്ടും കേട്ടോ, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ സൈഡ് ബെർത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളൊരു കോഫിയും അതുപോലെ തന്നെ കുറച്ച് ഒരു ബോംബെ മിച്ചർ പോലത്തെ മിച്ചറൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും നമ്മൾ സേലം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മൂമ്മയുടെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാറിലാണ് പോയത് കേട്ടോ. ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോണത് നേരെ.
അമ്മൂമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അമ്മൂമ്മയുടെ സ്ഥലമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അമ്മൂമ്മ ഇങ്ങനെ ഓരോ സ്ഥലം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അത് ഇന്ന സ്ഥലമാണ്, ഇത് ഇന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മൂമ്മ കുറേ കാലം ഇവിടെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അമ്മൂമ്മയുടെ ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ സ്ഥലത്തേക്ക് വന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് 7th പഠിക്കുമ്പോഴാണ് തോന്നുന്നത്. 7th or 6th പഠിക്കുമ്പോഴാണ് ഞാൻ ലാസ്റ്റ് വന്നത്. പിന്നെ ഞാൻ വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അന്ന് നമ്മൾ ഒരാളുടെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് കേട്ടോ വന്നത്. നമ്മൾ വീട്ടിൽ വന്നുതന്നെ ഫ്രഷായി മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എൻഗേജ്മെൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്ന് ഇവരുടെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. നാളെ ഇവരുടെ കല്യാണമാണ്. ഇതാ ചേച്ചിയും ചേട്ടനൊക്കെ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അവർ താലമൊക്കെ കൈമാറി പിന്നെ ദക്ഷിണ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ രീതികൾ കുറച്ചൊക്കെ നമ്മുടെ രീതിനെക്കാട്ട് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് നമുക്ക് സ്വീറ്റ്സ് ഒക്കെ തന്നു. ഒരു മിഠായിയും പിന്നെ കൽക്കണ്ടൊക്കെ തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിരിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൽക്കണ്ടൊക്കെ നമുക്ക് കിട്ടിയ പിന്നെ അത് മൊത്തം അങ്ങനെ കഴിക്കും. അപ്പോൾ കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം ഇരുന്ന് കഴിച്ചു. അപ്പോഴേക്കും ഇതാ സ്നേഹയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവളുടെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതാ എൻ്റെ അടുത്ത് അമ്മയും ചെറിയമ്മയും ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അമ്മൂമ്മയുടെ അനിയത്തിമാരെയൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. എൻ്റെ തലയിൽ മുല്ലപ്പൂ കണ്ടു. അത് കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ തിരിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. അമ്മൂമ്മയുടെ അനിയൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. നാളെ കല്യാണമാണ്. അപ്പോൾ ഇത് അമ്മൂമ്മയുടെ വേറൊരു അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡാണെങ്കിൽ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ടായിരുന്നു, പൊടിദോശ ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, ഒരു കറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു മഷ്റൂം ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഫാമിലിയിലുള്ളവരാണ് കേട്ടോ. അപ്പോൾ ഇത് അച്ഛനാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെ എൻ്റെ വലിയമ്മമാരും ചെറിയമ്മമാരൊക്കെയാണ് കേട്ടോ. പിന്നെ എൻ്റെ അമ്മയൊക്കെ ഉണ്ട്, പിന്നെ എൻ്റെ കസിൻസ് ഉണ്ട്. അപ്പോൾ അവർ കൂടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ തിരിച്ച് അമ്മൂമ്മയുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് ഗിരീഷ് ഏട്ടൻ ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ 65 മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് വന്നെന്ന് പറയാം. അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അതാ ബാൽക്കണിയിൽ ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റാണ്. ചാവക്കാടൊക്കെ നല്ല ചൂടാണല്ലോ തൃശ്ശൂരൊക്കെ. ഇവിടെ നേരെ ഓപ്പോസിറ്റ് രാത്രിയാണ് കേട്ടോ പറയണത്. നല്ല കാറ്റ് പറഞ്ഞാൽ നല്ല കാറ്റാണ്, നല്ല സുഖമാണ് കേട്ടോ. കുറേ നേരം ടെറസിലൊക്കെ പോയിരുന്നു നമ്മൾ സംസാരിച്ചു. തിരിച്ച് നമ്മൾ കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. മാരേജ് വ്ളോഗൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.